ഹലോ ഡിയേഴ്സ്, ഫെബ്രുവരി 17 നമുക്ക് ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അക്കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. വളരെ സീരിയസ് ആവേണ്ട സമയം എപ്പോഴോ നമ്മുടെ മുന്നിൽ അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഒരു മാസം പോലും തികച്ച് നമ്മുടെ എക്സാമിന് ഇല്ല എന്നുള്ളതാണ്. നമുക്ക് പഠിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ, ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ സബ്ജക്റ്റിലും ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മുടെ മുന്നിൽ ഇതെല്ലാം പഠിച്ചു തീർക്കാൻ യഥാർത്ഥത്തിൽ സമയമുണ്ടോ എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾക്കുള്ള ഒരു കിടിലൻ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളിപ്പോൾ സ്കൂളിലും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി റുട്ടീനാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ദിവസങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും 90% എബവ് എന്തായാലും മാർക്ക് വാങ്ങാനാകും. അപ്പോൾ ഇനി നിങ്ങൾ ഓരോ ദിവസങ്ങളും ഇതുപോലെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ബോർഡ് എക്സാമിൽ മാർക്ക് നേടാനാകും. അപ്പോൾ ഇനി നിങ്ങൾ രാവിലെ ഒരുപാട് നേരം കിടന്നുറങ്ങുന്നതിന് പകരം കുറച്ചൊക്കെ നേരത്തെ എണീക്കാൻ ശ്രമിക്കുക, ബുക്കുകൾ എടുത്തിട്ട് വായിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു മാർക്ക് നമ്മുടെ ബോർഡ് എക്സാമിൽ നേടാനാകും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റഡി റുട്ടീനിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് രാവിലെ കുറച്ച് നേരത്തെ എണീക്കാന്നാണ്. നമുക്കറിയാം, ഭയങ്കര തണുപ്പാണ് അല്ലേ, ഭയങ്കര സുഖമാണ് ഉറങ്ങാനൊക്കെ. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റി വെക്കണം. കാരണം നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്ന ഫസ്റ്റ് ബോർഡ് എക്സാം ആണെന്നുള്ള കാര്യം എപ്പോഴും നമുക്ക് ഓർമ്മ വേണം. സോ ഈ ഒരു ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ രാവിലെ 5:15 എണീക്കണം. ഓക്കെ, നിങ്ങളുടെ മോർണിംഗ് റുട്ടീനും നിങ്ങളുടെ ഫ്രഷപ്പ് എല്ലാം കഴിഞ്ഞിട്ട് കറക്റ്റ് 5:30 ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ വന്നിരിക്കണം. ഉറപ്പായിട്ടും ഇതിന് നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഒരു സ്റ്റഡി ടേബിൾ വേണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കൂടെ കുടിക്കാൻ നിങ്ങൾക്ക് കുറച്ച് വെള്ളം നിങ്ങൾ കൊണ്ടെത്തിക്കുക. പ്ലസ് നിങ്ങളുടെ ഫോണും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ തുടങ്ങാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം. 5:15 നമ്മൾ എണീക്കുന്നു. 5:30 മുതൽ 7:30 വരെ നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ്. അവിടെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാം, രാവിലെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചൊക്കെ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം കുറച്ചുകൂടി ഒരു ഗ്രാസ്പിംഗ് പവർ കൂടിയിട്ടുള്ള ഒരു ടൈമാണ് ഈ രാവിലെ എന്ന് പറയുന്നത്. സോ നിങ്ങൾ 2 സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കണം. ഓരോ മണിക്കൂർ വീതം എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് 7:30 മുതൽ 8:30 വരെ നിങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാനുള്ള സമയം പ്ലസ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. അപ്പം നിങ്ങൾ അത് ഒരു കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ സ്കൂളിൽ പോകുന്നു, പിന്നെ നമ്മൾ സ്കൂൾ വിട്ട് വരും അല്ലേ. സ്കൂളിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തീർക്കും. സ്കൂൾ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം 5 മണി മുതൽ 5:30 വരെ നിങ്ങൾ റീഫ്രഷിംഗ് ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചായയൊക്കെ കുടിച്ച് വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കാം. ഇനി അടുത്തത് 5:30 മുതൽ 6 മണി വരെ നിങ്ങളുടെ കറക്റ്റ് റിലാക്സിങ് ടൈം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, യൂട്യൂബ് എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ആ സമയം ഉപയോഗിക്കാം. ഇനി അടുത്തത് നമ്മുടെ സ്റ്റഡി ടൈമാണ്. നോക്കാം, 6 മണി മുതൽ 8 മണി വരെയാണ് നിങ്ങളുടെ സ്റ്റഡി ടൈം പിന്നീട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് 2 ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളെ ആയിരിക്കണം. അല്ലാതെ ഒരൊറ്റ സബ്ജക്റ്റ് ആ ഫുൾ ടൈം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മടുപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം എപ്പോഴും ഫോളോ ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് 8 മണി മുതൽ 8:30 വരെ നിങ്ങളുടെ ഡിന്നർ ടൈമാണ്. നന്നായിട്ട് ഫുഡ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് നിങ്ങൾ 8:30 to 9:30 വരെ വീണ്ടും നമ്മുടെ ടേബിളിലേക്ക് വന്നിട്ട് നിങ്ങൾ പഠനം ആരംഭിക്കുക. നമുക്ക് പഠിച്ചതിൻ്റെ ബാക്കി അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, നെക്സ്റ്റ് 9:30 വരെ നമ്മൾ പഠിച്ചതിന് ശേഷം പിന്നീട് നമ്മളെ കാര്യം എന്ന് പറയുന്നത് അടുത്ത ദിവസം സ്കൂളിലേക്കുള്ള നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കലാണ്. അത് ചെയ്ത് കറക്റ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ ബെഡിലേക്ക് പോവുക. കറക്റ്റ് ഒരു 10:30 ആകുമ്പോഴേക്കും എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീരും അല്ലേ. 10:30 ആകുമ്പോൾ നമ്മുടെ ബെഡ് ടൈമാണ്. അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുക. പഠിക്കുന്നതോട് കൂടെ തന്നെ ഉറക്കവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം കുറേ കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇതുപോലൊരു ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സബ്ജക്റ്റിലെയും എല്ലാ ചാപ്റ്റേഴ്സും ടോപ്പിക് വൈസ് ഇതുപോലെ നിങ്ങൾ എഴുതി കൊടുക്കണം. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഫിസിക്സിലെ ഇലക്ട്രിസിറ്റി എഴുതി കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫിസിക്സിലെ ഇലക്ട്രിസിറ്റി ഉണ്ട്, അതിലുള്ള വരുന്ന എല്ലാ ടോപ്പിക്കുകളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ മാത്സിൽ ഒരു ചാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്, സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് അല്ലേ. അതിലെ എല്ലാ ടോപ്പിക്കുകളും ഞാൻ അതുപോലെ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യലിൽ
കെമിസ്ട്രിയിലെയും നെക്സ്റ്റ് എല്ലാ എൻവയോൺമെന്റ് നമ്മുടെ ബയോളജിയിലെയും ഒക്കെ ചാപ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പേജസിലും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സബ്ജക്റ്റിലെയും അതാത് ചാപ്റ്റേഴ്സും അതിന്റെ ടോപ്പിക്കുകളും നമ്മൾ ഇങ്ങനെ റാൻഡം ആയിട്ട് എഴുതി കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ മാത്സ്, ഫിസിക്സ്, സോഷ്യൽ അങ്ങനെ ആ ഒരു മിക്സ്ഡ് പാറ്റേണിൽ വേണം നമ്മൾ ഇത് എഴുതി കൊടുക്കാൻ കേട്ടോ. അല്ലാതെ ഫിസിക്സ് എഴുതിയിട്ട് ഫിസിക്സിലെ മുഴുവൻ ചാപ്റ്റേഴ്സും ടോപ്പിക്കും അങ്ങനെ വേണ്ട. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ എഴുതി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഡെയിലി പഠിക്കുമ്പോൾ പഠിച്ച് തീർന്നു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു നമ്മൾ ഓരോ ടൈമും പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ടോപ്പിക്കാണ് പഠിച്ചത് എന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിലിങ്ങനെ ടിക്ക് ചെയ്യണം. അത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആണ് നമ്മൾ പറയാം. അതായത് ആ ടിക്ക് ചെയ്യൽ ഭയങ്കര രസമുള്ള ഒരു മൊമെന്റ്. അത് എൻജോയ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു ത്വര നമുക്ക് ഭയങ്കരമായിട്ട് കൂടും. ഇപ്പോൾ ഞാൻ കറണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിച്ചെങ്കിൽ ഞാൻ അത് ടിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും യെസ് നെക്സ്റ്റ് ടോപ്പിക്ക് ടിക്ക് ചെയ്യാനുള്ളൊരു ത്വര വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതിന് ഞാൻ പഠിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ടിക്ക് ചെയ്ത് പോവാം. അപ്പോൾ കുറേ ടിക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻസും ഒരു സ്നേഹവും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ നമുക്ക് തോന്നിപ്പോകും. ഓക്കെ, അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമ്മുടെ ബോർഡ് എക്സാമിൽ നല്ല മാർക്ക് നേടാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ ടൈം ടേബിൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അത് എഴുതിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ചാർട്ട് പേപ്പറിൽ, കുറച്ചധികം ലെങ്തി ആയിട്ടുള്ള ഒരു പേപ്പറിൽ നിങ്ങൾ കറക്റ്റായിട്ട് വളരെ ഭംഗിയായിട്ട് എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ നിങ്ങൾ കാണുന്ന രീതിയിൽ ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കുക. എവിടെ എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമായിരിക്കണം നമ്മൾ കാണേണ്ടത്. നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ ഒരു പവറൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ ഇത് കണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലോട്ട് അങ്ങോട്ട് മുഴുകണം. ഈ ഒരു ടൈം നമ്മൾ വേറെ ഒന്നിനും ഇൻവെസ്റ്റ് ചെയ്യാതെ ഇതിൽ മാത്രം നമ്മൾ ഫോക്കസ് ആവണം. അങ്ങനെയാണെങ്കിൽ എക്സാമിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ നമുക്കും പറ്റും. സോ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ സൈലം ടീമിനോട് ചോദിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.